ജീൻസ് ധരിച്ചതിന് ഇതിഹാസ ചെസ് താരം മാഗ്നസ് കാൾസന് വിലക്ക് എന്നുള്ളതിലേക്കാണ്. ലോക റാപ്പിഡ് ആൻഡ് ബ്ലീഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്താക്കി. ഡ്രസ് കോഡ് ലംഘിച്ചതിന് നടപടിയെടുത്ത് ഫിഡെ വരുന്നു. വിവരങ്ങളുമായി രുചീഷ് വി രവീന്ദ്രൻ ചേരുന്നുണ്ട്. രുചീഷ്, ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക്, നിലപാടിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? നേരത്തെ തന്നെ ചെസ് ടൂർണമെന്റുകൾക്ക് കൃത്യമായി ഡ്രസ് കോഡ് ഉണ്ട്. അത് എല്ലാ കാലത്തും ഫിഡെ അംഗീകരിച്ച ഡ്രസ് കോഡുകളാണ്. അതിൽ ജീൻസ് ധരിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ആ ഡ്രസ് കോഡിൽ നേരത്തെ പറഞ്ഞിരുന്നത്. ഇക്കാര്യത്തിൽ മാഗ്നസ് കാൾസൺ നിലവിൽ ബ്ലിറ്റ്സിൽ 5 തവണ ചാമ്പ്യനായ താരമാണ്. അതോടൊപ്പം റാപ്പിഡിൽ 5 തവണയും ബ്ലിറ്റ്സിൽ 7 തവണയും ചാമ്പ്യനായ താരമാണ്. അത്തരത്തിൽ നിലവിലെ ചാമ്പ്യനായ ഒരു താരം അദ്ദേഹം മത്സരിക്കുന്നതിനിടയിൽ ഇന്ന് 2ാം ദിനത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ തുടർച്ചയായ മത്സരങ്ങൾ കളിക്കുകയും അദ്ദേഹം വസ്ത്രം മാറാൻ സമയം കിട്ടിയില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അതുകൊണ്ട് ഇന്നത്തേക്ക് തന്നെ ഒഴിവാക്കണം, നാളെ താൻ ഈ ജീൻസ് ധരിക്കാതെ തന്നെ വരാം എന്ന് അറിയിച്ചു. പക്ഷേ സംഘാടകർ തയ്യാറായില്ല. അത് ഇന്ന് തന്നെ വസ്ത്രം മാറി മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാനാകൂ എന്ന് അറിയിച്ചതോടെയാണ് താരം പ്രകോപിതനായി മറുപടി നൽകുകയും ചെയ്തത്. എന്തായാലും മത്സരത്തിൽ പങ്കെടുക്കാനാകില്ല എന്ന് അറിയിച്ചതോടെ മാഗ്നസ് കാൾസൺ തിരിച്ചു പോവുകയും ചെയ്തു. എന്തായാലും ഈ ടൂർണമെന്റിൽ നിന്ന് മാഗ്നസ് കാൾസന് കളിക്കാനുമാകില്ല. ഇത് ഈ നിലവിലെ സാഹചര്യത്തിൽ ചെസ് ലോകത്ത് തന്നെ ഈ ഡ്രസ് കോഡ് സംബന്ധിച്ച് ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. കാരണം പഴയ കാലത്ത് വളരെ കാലമായി തന്നെ തുടരുന്ന ഒരു രീതി അത് മാറ്റണം എന്ന തരത്തിൽ ഉള്ള ഒരു ആവശ്യത്തിന് ഈ ഒരു സാഹചര്യം വഴിയൊരുക്കും. ആ തരത്തിലുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നുമുണ്ട്. കാരണം ഡ്രസ് കോഡ് ഈ മത്സരത്തിന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതല്ല, അതുകൊണ്ട് അത് മാറ്റണമെന്ന തരത്തിലുള്ള ഒരു ഭാഗം ചർച്ചയിൽക്ക് തുടക്കം ഇട്ടിട്ടുണ്ട്. എന്തായാലും മാഗ്നസ് കാൾസനും ഇക്കാര്യത്തിൽ വളരെ രൂക്ഷമായ പ്രതികരണമാണ് ഫിഡെക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഇനി തുടർന്നുള്ള ടൂർണമെന്റുകളിലും മാഗ്നസ് കാൾസൺ എങ്ങനെ കളിക്കുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. കാരണം നേരത്തെ 2013 മുതൽ ലോക ചാമ്പ്യനാണ് മാഗ്നസ് കാൾസൺ. 2023 അദ്ദേഹം സ്വയം ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. തനിക്ക് പറ്റിയ എതിരാളികൾ ഇല്ല എന്ന് തുറന്നു പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. നിലവിൽ ലോക 1ാം നമ്പർ താരവുമാണ്. അത്തരത്തിൽ എതിരാളികൾ ഇല്ലാത്ത തരത്തിൽ അത്രമാത്രം ലോക ചെസ്സിനെ ഭരിക്കുന്ന ഒരു താരം അദ്ദേഹം പിന്നീട് മത്സരിക്കുന്ന ഇത്തരത്തിൽ റാപ്പിഡ് ബ്ലിറ്റ്സ് ടൂർണമെന്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ആ തരത്തിൽ ആ മത്സരത്തിനിടെയാണ് ഇങ്ങനെ ഡ്രസ് കോഡിന്റെ പേരിൽ ഇതിഹാസ താരത്തിന് പിന്മാറേണ്ടി വരുന്നത്. എന്തായാലും നിലവിൽ ഇന്ത്യൻ താരം അർജുൻ എരിഗാസി ഈ ടൂർണമെന്റിൽ 1ാം സ്ഥാനത്ത് ഉള്ള ആളുകളുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ട് എന്നത് കൂടി ഈ നിമിഷം പറയേണ്ടതുണ്ട്. എന്തായാലും ഡ്രസ് കോഡ് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ലോക ചെസ്സിൽ ഒരു തുടക്കമായിട്ടുണ്ട്. ശരി രുചീഷ്.